മലയാള സിനിമകൾ അന്യഭാഷകളിലേക്ക് പലതവണ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മലയാള സിനിമകളിലെ സീനുകൾ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് സീനുകൾ റീക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാമോ? എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. അതായത് ചില മലയാള സിനിമകളിലെ സീനുകൾ മാത്രം ചില സിനിമകളിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ മൊത്തമായി റീമേക്ക് ചെയ്ത ചില സീനുകൾ മാത്രം. ചന്ദ്രമുഖി എന്ന രജനീകാന്തിന്റെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലേക്ക് ആറാം തമ്പുരാനിലെ ചില സീനുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചില അന്യഭാഷ സിനിമകളിലേക്ക് മലയാളത്തിലെ ചില കോമഡി സീനുകളോ അല്ലാത്തതുമായ സീനുകൾ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് വന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമാ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, ദേവാസുരം. 2009 സുന്ദർ സിംഗ് നായകനായി വന്ന ഒരു മാസ് എന്റർടൈനർ തമിഴ് ചിത്രമായിരുന്നു ഐന്തം പകടൈ. ഈ ചിത്രത്തിൽ മലയാള നടനായ മുകേഷും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു. മുകേഷിന്റെ നായികയായി ഈ ചിത്രത്തിൽ സിമ്രാനും ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിലെ നായകന്റെ ഇൻട്രോ സീൻ വൻ കോമഡി ആയിരുന്നു. ഒരു സാധാരണ ഇൻട്രോ സീനിന് പകരം 5-6 പേരെ കൊണ്ട് ബിൽഡപ്പ് ചെയ്യിച്ച് വലിയൊരു ഇൻട്രോ സീൻ ആയിരുന്നു നായകന് കൊടുത്തത്. എന്തായാലും ഈ ചിത്രത്തിൽ സുന്ദർ സിംഗും സിമ്രാനും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഈ വഴക്ക് നടക്കുന്ന സീനും ദേവാസുരവും തമ്മിലൊരു ബന്ധമുണ്ട്. സിമ്രാന്റെ അരങ്ങേറ്റ നൃത്തം നടക്കുന്നിടത്ത് നായകന്റെ ടീമിന് വേണ്ടത് സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കുന്ന നായകന്റെ ടീമിന് മുന്നിൽ വെച്ച് സിമ്രാൻ അവിടെ സിനിമാറ്റിക് ഡാൻസ് നടത്തുന്നു. ഇതിനുശേഷം സിമ്രാൻ ഇനി ജീവിതത്തിൽ താൻ നൃത്തമേ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ചിലങ്ക സുന്ദർസിയുടെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. ഈ സീൻ 1993 റിലീസായ ദേവാസുരം എന്ന മോഹൻലാൽ ചിത്രത്തിൽ നിന്നും എടുത്തതാണ്. ഈ ചിത്രത്തിൽ രേവതിയെ തന്റെ വീട്ടിൽ വെച്ച് മോഹൻലാൽ നൃത്തം കളിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം രേവതി വിഷമിച്ച് പറയുന്നുണ്ട്, തന്നെ പോലെ ഒരാളുടെ മുന്നിൽ വെച്ച് നൃത്തം കളിക്കേണ്ടി വന്നത് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഇനി ഈ ചിലങ്ക ഞാൻ കെട്ടില്ല. ഇതേ സീൻ തന്നെയാണ് സുന്ദർ സിയുടെ 2009 ഈ ചിത്രത്തിലും റീക്രിയേറ്റ് ചെയ്തത്. അടുത്തത് ആറാം തമ്പുരാൻ. 2005 ജ്യോതിക, രജനീകാന്ത്, പ്രഭു എന്നിവർ പ്രധാന വേഷത്തെ അഭിനയിച്ച് അവിടുത്തെ എല്ലാവിധ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ചിത്രമായിരുന്നു ചന്ദ്രമുഖി. ഈ ചിത്രം 1993 മൺചിത്രത്താഴിന്റെ റീമേക്ക് ആയിരുന്നു. ഈ ചിത്രത്തിൽ മൺചിത്രത്താഴിന്റെ രംഗങ്ങൾ മാത്രമല്ല 1997 റിലീസായ മോഹൻലാൽ ഷാജി കില്ലാസ് ടീമിന്റെ ആറാം തമ്പുരാനിലെ ഒരു സീൻ കൂടി എടുത്തിട്ടുണ്ട്. അത്യന്തം എന്ന് തുടങ്ങുന്ന സോങ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ബിൽഡപ്പ് സീൻ വരുന്നുണ്ട്. രജനീകാന്ത് ഒരു ഗായകനായിരുന്നു എന്നത്. അതായത് തന്റെ ഒരു ഹാർമോണി പെട്ടിയിൽ വെച്ച് അതിനെ അവമാനിക്കുകയും നായികയുടെ മുന്നിൽ വെച്ച് നായികയെ അവമാനിക്കുകയും ചെയ്യുന്ന പോലെ ഒരു സീൻ വരുന്നുണ്ട്. ഈ സീൻ ഇതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലും കണ്ടിട്ടുണ്ട്. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ നായികയായ മഞ്ജു വാര്യർ ഇതിനോടനുബന്ധിച്ച് പിണങ്ങി പോകുന്നു. അതിനുശേഷം നായകന്റെ പാട്ട് കേട്ട് തിരിച്ചു വരുന്നു. ഇതേ സീൻ ഇതുപോലെ തന്നെ 2005 ചന്ദ്രമുഖിയിലും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, മിന്നാരം. 2003 റിലീസായ തെലുങ്ക് ചിത്രമായിരുന്നു ഒക്കടു. ഈ ചിത്രത്തിന്റെ റീമേക്കാണ് ഗില്ലി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചിത്രത്തിൽ വില്ലന്റെ അമ്മ മരിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീൻ ശരിക്കും പറയാൻ 1994 മിന്നാരം എന്ന ചിത്രത്തിലെ ഒരു കോമഡി സീനാണ്. ആ കോമഡി സീനിനെ റീക്രിയേറ്റ് ചെയ്താണ് ഒക്കടുവിൽ അവതരിപ്പിച്ചത്. ഈ സീനൊന്നും ഗില്ലിയിൽ വന്നിട്ടില്ല. അതായത് മിന്നാരത്തിൽ പട്ടി ഒരു പടക്കം കടിച്ചുകൊണ്ട് വന്ന് അതൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് തകർക്കുന്ന രംഗമുണ്ട്. ഈ രംഗം അതേപോലെ തന്നെ ഒക്കടുവിൽ വില്ലന്റെ അമ്മ മരിക്കുന്നതിന് വേണ്ടി അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേ സീൻ തന്നെ മറ്റൊരു ഹിന്ദി ചിത്രത്തിനുമുണ്ട്. യേ തേരാ ഘർ എന്ന 2001 ഇറങ്ങിയ സുനിൽ ഷെട്ടി ചിത്രത്തിലും ഈ സീൻ അതുപോലെ വരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്നാൽ യേ തേരാഗർ എന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മലയാള ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു. ഈ ചിത്രം അവിടെ സംവിധാനം ചെയ്തതും പ്രിയദർശൻ തന്നെയായിരുന്നു.
ഈ ചിത്രത്തിൽ മറ്റൊരു കോമഡി സീൻ കൂടിയുണ്ട്. അതായത് മലയാളത്തിലെ ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ലോണിന് വേണ്ടി ഷേവ് ചെയ്യാത്ത മുഖവുമായി വരുന്ന മോഹൻലാലിന്റെ ഒരു കോമഡി സീൻ ഉണ്ട്. ഇതിലൊരു 40 ഉറുപ്പിയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്. ഈ സീൻ അതുപോലെ തന്നെ ഈ ചിത്രത്തിലും വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വെട്ടം. 2008 ധരണി സംവിധാനം ചെയ്ത് വിജയ് നായകനായ ചിത്രമായിരുന്നു കുരുവി. കുരുവി ചിത്രത്തിലെ സോങ്സ് എല്ലാം തന്നെ അന്ന് വൻ ഹിറ്റായിരുന്നു. ഈ സിനിമയിലെ തൃഷയും വിജയും ചേർന്നുള്ള ഫ്ലൈറ്റിലെ കോമഡി സീനുകളെല്ലാം തന്നെ വെട്ടം എന്ന സിനിമയിൽ നിന്നും എടുത്തതാണ്. അതായത് വിജയും തൃഷയും ഫ്ലൈറ്റിൽ വരുമ്പോൾ തൃഷയുടെ ബാഗിലേക്ക് വിജയ് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വസ്തു ഇടുന്നതും അത് എടുക്കാനായുള്ള വിജയുടെ പിന്നെ കുറച്ച് കോമഡി സീനും ഈ സീനെല്ലാം വെട്ടം എന്ന ചിത്രത്തിൽ അതേപോലെ തന്നെ ഉണ്ട്. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതിലൊക്കെ വലിഞ്ഞേറി വരുന്നത്. ആ സീനിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്തതാണ്. ഇതുപോലെ തന്നെ വെട്ടം സിനിമയിൽ ഒരു ലോഡ്ജിൽ വെച്ച് നായിക ബഹളം ഉണ്ടാക്കുമ്പോൾ അവിടെ ചെന്ന് ദിലീപ് ബഹളം ഉണ്ടാക്കുന്ന സീനൊക്കെ ഉണ്ട്. ഈ സീനും അതേപോലെ തന്നെ കുരുവി എന്ന ചിത്രത്തിലും റീക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്രോണിക് ബാച്ചിലർ. 2007 ഹിന്ദി റിലീസായ ഒരു വമ്പൻ കോമഡി സിനിമയായിരുന്നു ധോൽ. ഈ സിനിമ നമ്മുടെ സ്വന്തം ഇൻഹരിയർ നഗറിന്റെ ഒരു റീമേക്ക് ആയിരുന്നു. ധോൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് നമ്മുടെ മലയാള സംവിധായകനായ പ്രിയദർശൻ കൂടിയായിരുന്നു. പ്രിയദർശൻ മറ്റൊരു കാര്യം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ 2003 റിലീസായ ക്രോണിക് ബാച്ചിലറിലെ ഇന്നസെന്റും മമ്മൂക്കയും മുകേഷ് ചേട്ടനും ഒക്കെ ചേർന്നുള്ള ആ ഒരു കാറ് തള്ളി കിടന്ന കോമഡി സീൻ അതേപോലെ ഇതിൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2007 റിലീസായ ധോൽ എന്ന സിനിമയിൽ 2003 ക്രോണിക് ബാച്ചിലറിലെ സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയദർശനാണ് ചെയ്തത്. നെക്സ്റ്റ് അരം പ്ലസ് അരം കിന്നരം. 2005 റിലീസായ ഒരു ഹിന്ദി സിനിമയായിരുന്നു ഗരം മസാല. ഈ സിനിമ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ പ്രിയദർശന്റെ ബോയിങ് ബോയിങ് എന്ന സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു. ഈ സിനിമയിലേക്ക് 1985 റിലീസായ അരം പ്ലസ് അരം കിന്നരം എന്ന സിനിമയിലെ ഒരു കോമഡി സീൻ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് പേഴ്സ് പോക്കറ്റ് അടിക്കുകയും ബില്ല് അടയ്ക്കാൻ കാശില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭമൊക്കെ മികച്ച രീതിയിൽ ഇവിടെ റീമേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബോയിങ് ബോയിങ് എന്ന സിനിമയുടെ റീമേക്കാണ് ശരിക്കും ഗരം മസാല എന്ന സിനിമ. എന്നാൽ പോലും അതിലേക്ക് അരം പ്ലസ് അരം കിന്നരം എന്ന സിനിമയിലെ ഈ ഒരു കോമഡി സീൻ മാത്രം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കാക്കക്കുയിൽ. പഞ്ചാബി ഹൗസ് എന്ന സിനിമ മലയാളത്തിലെ ഒരു എവർഗ്രീൻ കോമഡി സിനിമയാണ്. ഇതിന്റെ റീമേക്ക് ആയിരുന്നു ചുപ് ചുപ് കെ. ഈ സിനിമ സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു. ഈ സിനിമയിലേക്ക് മറ്റൊരു മലയാള സിനിമയിലെ കോമഡി സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ജഗതി ശ്രീകുമാറിന്റെ ഒരു കോമഡി സീൻ. കാക്കക്കുയിൽ എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാറിന് ഒരു കോമഡി സീൻ ഉണ്ട്. അതായത് അദ്ദേഹം ആള് മാറി ഒരു കട്ടിൽ കിടക്കുമ്പോൾ വന്ന് നിർബന്ധിച്ച് അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നത്. എന്നാൽ ഈ സീൻ അതേപോലെ തന്നെ അല്ല ഇപ്പുറത്ത് പഞ്ചാബി ഹൗസിൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചത്. പഞ്ചാബി ഹൗസിലേക്ക് മാറ്റിയപ്പോൾ അവിടെ മരുന്ന് കുടിപ്പിക്കുന്നതിന് പകരം ഒരു ദന്തൽ ഡോക്ടർ വന്ന് പല്ലെടുക്കുന്നതായി, അതും ഫോഴ്സ് ചെയ്ത്. ഇത് രണ്ട് സന്ദർഭങ്ങളും ഒരേപോലെ തന്നെയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് കട്ടിലിൽ കിടക്കുന്നു, ഒന്ന് അതിന് പകരം ഒരു വീൽ ചെയറിലിരിക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഫോഴ്സ് ചെയ്ത് ഡോക്ടർമാർ ട്രീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അണ്ണാമലൈ. ഇനി നമുക്ക് അന്യഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നൊരു സീനിനെ നോക്കാം. 1992 റിലീസായ രജനീകാന്തിന്റെ തകർപ്പൻ ഹിറ്റ് സിനിമയായിരുന്നു അണ്ണാമലൈ. ഈ ചിത്രത്തിലെ ഒരു വലിയ സംഘമാണ് ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന ഒരു രംഗം. ഈ സീൻ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. 5 കോടി 6 crore 7 crores 8 crore. ഈ സീൻ ശരിക്കും പറഞ്ഞാൽ പിന്നീട് മിസ്റ്റർ മരുമകൻ എന്ന ദിലീപ് സിനിമയിലും റീക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. 3 കോടി 10 ലക്ഷം 5 കോടി 5 കോടി 3 തരം. ഈ മിസ്റ്റർ മരുമകൻ എന്ന ചിത്രം തന്നെ രജനീകാന്തിന്റെ പഴയ മാപ്പിള എന്ന തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. 1989 റിലീസായ ആ ചിത്രത്തിന് വന്ന റീമേക്ക് ആയിരുന്നു മിസ്റ്റർ മരുമകൻ. ഈ ചിത്രത്തിൽ 1992 റിലീസായ അണ്ണാമലയിലെ ഒരു സീൻ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാള സിനിമകളിലെ ചില സീനുകൾ അന്യഭാഷകളിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള സീനുകൾ മാറ്റിയെടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.